കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷൈജുമോൻ ഇന്ന് രാത്രിയിലെ പ്രധാന പ്രഭാഷകനായി കടന്നു വന്നിരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഡോക്ടർ സിനോജ് ജോർജ് അവർകൾ, ഈ ഏരിയ പാസ്റ്റർ കെ ശോഭൻ അവർകൾ, ഈ പ്രാദേശിക സഭയിലെ ശുശ്രൂഷകനും ഏരിയ സെക്രട്ടറിയുമായിരിക്കുന്ന പാസ്റ്റർ ജോയ് ശോക അവർകൾ, വളരെ സീനിയറായിട്ടുള്ള പാസ്റ്റർ കള്ളിക്കാട് വിജയൻ അവർകൾ, വിൽസൺ പാസ്റ്റർ അവർകൾ, മണിയം പാസ്റ്റർ അവർകൾ, മറ്റെല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതിനവസരമൊരുക്കി തന്ന അരുവിക്കര മിഷൻ സെന്ററിലെ പെന്തക്കോസ്ത് യുവജന സംഘടനയിലെ എക്സിക്യൂട്ടീവിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനുണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്ന് കടന്നോട്ടെ. എനിക്ക് ശേഷം ശക്തനായ പ്രഭാഷകൻ കടന്നു വരാൻ ഉള്ളതുകൊണ്ട് ഞാൻ അധികം മുൻപോട്ട് പോകുന്നില്ല. എന്നാലും ചിലത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അരുവിക്കര മിഷൻ സെന്റർ ഇത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് പുതിയതായിരിക്കാം, പക്ഷെ ഇതിനൊരു പഴമയുടെ ചരിത്രമുണ്ട്. ഇന്നേക്ക് 43 വർഷത്തിനപ്പുറത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ അരുവിക്കര കേന്ദ്രമാക്കി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യൂത്ത് ക്യാമ്പ് ആദ്യമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അത് പങ്കെടുത്ത ഒരാളെന്ന രീതിയിൽ തികഞ്ഞ ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. ആ ക്യാമ്പ് ഞാൻ ഓർക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരു ചെറിയ ഇൻസിഡന്റ് എന്റെ മനസ്സിൽ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നു. ഇന്നിവിടെ പ്രസംഗിക്കുന്ന ദൈവദാസൻ PhD കഴിഞ്ഞൊരു ദൈവദാസനാണ്. അന്ന് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് റിസർച്ച് ചെയ്യുന്ന ഒരു ജോയിച്ചാൻ ഉണ്ടായിരുന്നു താബോർ സഭയിൽ. നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർക്ക് അറിയാം. അദ്ദേഹം ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം ആ സ്കൂൾ പരിസരത്ത് ചിതറിക്കിടന്ന വേസ്റ്റ് മുഴുവനും പെറുക്കിയെടുത്ത് ഒരിടത്ത് കത്തിച്ച് കളഞ്ഞേച്ചാണ് അദ്ദേഹം ആ ക്യാമ്പ് സൈറ്റ് വിട്ടത്. ഇങ്ങനെ അതിനുശേഷം എത്രയെത്ര ക്യാമ്പുകളുടെ ഒരു വർഷകാലം തന്നെ തിരുവനന്തപുരത്ത് അരങ്ങേറി. ഇന്നത്തെ പ്രഭാഷകർക്കോ ഇന്നത്തെ പെന്തക്കോസ്ത് യുവജന സംഘടനയെ നയിക്കുന്നവർക്കോ അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിവുള്ളതും ഞാനതിൽ കൊണ്ടതും ആയതിനാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ പെങ്ങൾ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ചിലർ ഇന്ന് ആ അരുവിക്കര ക്യാമ്പ് പങ്കെടുത്തവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്നത്തെ താബോർ സഭയുടെ ശുശ്രൂഷകൻ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ GC യോശുവ അവർകളാണ്. പിന്നെ ക്യാമ്പുകൾ, ഡിസ്ട്രിക്ട് ക്യാമ്പുകൾ ധാരാളം തിരുവനന്തപുരം നോർത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. അരുവിക്കര ക്യാമ്പ് കഴിഞ്ഞ് മുരുക്കുമ്പുഴ ക്യാമ്പ്, ആറ്റിങ്ങൽ ക്യാമ്പ്, കുളത്തൂർ കോവിലുവിള, അവിടെ വിരാലി സ്കൂളിൽ വെച്ച് നടന്നൊരു ക്യാമ്പ്, അത് ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയായിട്ട് എന്റെ മുൻപിലുണ്ട്. അന്നാണ് ഞാൻ തിരുവനന്തപുരത്തെ ശക്തനായ പ്രവർത്തനായ സി ജെയിംസ് സാറിനെ കണ്ടുമുട്ടുന്നത്. അന്ന് ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങളൊരു ജാഥ നടത്തിയിരുന്നു. വിരാലി സ്കൂൾ തൊട്ട് പൊഴിയൂർ കടപ്പുറം വരെ. ആ പൊഴിയൂർ കടപ്പുറം വരെ നടന്ന് മൈക്രോഫോൺ കൈ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു,
രാജാവായി വേഗം വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും പോയി. പിന്നെ ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ജ്വലിക്കുന്ന ഓർമ്മകളായി ഇന്നും ഞാന് മുന്നിൽ കാണുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് കയറി നിൽക്കാതെ പാസ്റ്റർ TC ജോഷയോടൊപ്പം ഞാനും അദ്ദേഹത്തിന്റെ ഇളയ മകൾ എൽസി ബോംബെയിൽ ജോലിപ്പോൾ ബോംബെയിലായിരിക്കുന്ന എൽസിയും മറ്റ് ജെയിംസ് സാറ് മറ്റെല്ലാവരും നനഞ്ഞുകൊണ്ട് ആ വിരാലി സ്കൂളിൽ വന്നത് അന്നിന്ന് പോലെ ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ ഓണക്കാലങ്ങളിൽ ഏറ്റവും അധികം ഞാൻ ചെലവിട്ടത് ഇതുപോലുള്ള യൂത്ത് ക്യാമ്പുകളിലാണ് എന്നത് ഞാൻ വിസ്മരിച്ച് കളയുന്നില്ല. ലോകത്തിലെ ആളുകളൊക്കെ ഓണം കൊണ്ടാടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷപൂർവമായി ഓണം കൊണ്ടാടിയത് ഇതുപോലുള്ള യൂത്ത് ക്യാമ്പുകളിലാണ്. പിന്നെ പെന്തക്കോസ്ത് യുവജന സംഘടന തിരുവനന്തപുരം മേഖലയിലും സംസ്ഥാന തലത്തിലുമൊക്കെ പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്കപ്പുറത്ത് എനിക്കൊരു 4 പതിറ്റാണ്ടായെന്ന് തോന്നുന്നു, ആദ്യത്തെ സംസ്ഥാന ക്യാമ്പ് തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ അന്നത്തെ പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TC മാത്യു സിനോജ് സാറിന് അറിയാം. അദ്ദേഹം കർത്തൃസനിൽ വിശ്രമിക്കുന്നു. പ്രസിഡന്റും പാസ്റ്റർ KC ജോൺ സെക്രട്ടറിയുമായിരിക്കുമ്പോൾ ആണ് അവിടെ ഒരു ക്യാമ്പ് ആദ്യമായി സംസ്ഥാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പുറകിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്ന് എഴുതിയ ഒരു വാക്യത്തിന്റെ ശകലമുണ്ട്. അന്നത്തെ ക്യാമ്പ് തീം അതായിരുന്നു. അന്ന് പഠിച്ച ആ പാട്ടുകളൊക്കെ ഇന്നും എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ സചേതനമായി മുൻപോട്ട് തള്ളിക്കൊണ്ടു പോകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ഞാൻ ഒരു ട്രെയിനിൽ കയറുന്നത് ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലയോലപ്പറമ്പ് സ്കൂളിൽ വെച്ച് നടന്ന പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനാണ് ഞാൻ കടന്നുപോയത്. ഞാൻ അവിടെ നിർത്തിട്ട് അതിനുശേഷം പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ 2 സംസ്ഥാന ക്യാമ്പുകളിൽ ജോയിന്റ് കൺവീനറായിട്ട് പ്രവർത്തിപ്പാൻ ഒന്നിൽ എനിക്ക് അവസരം കിട്ടി. ഒന്നിൽ ഞാൻ ജനറൽ കൺവീനറായിരുന്നു. അന്ന് ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ 3 ക്യാമ്പുകൾ കഴിഞ്ഞുപോയി. പിന്നെ ഒരു ക്യാമ്പ് ഫെയ്ത്ത് സെന്ററിൽ വെച്ചൊരു ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിന്റെ വിശേഷങ്ങളെ കുറിച്ച് അധികം വിസ്തരിക്കുവാൻ ഞാന് തുനിയുന്നില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ സിനോ ജോർജ് പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ ഉപാധ്യക്ഷനായിരിക്കുമ്പോൾ നെയ്യാർ ഡാമിൽ വെച്ച് ഒരു ക്യാമ്പ് നടന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വരുന്ന ഡിസംബറിൽ വീണ്ടും സംസ്ഥാന ക്യാമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ചാരിതാർത്ഥ്യം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം, ആദ്യത്തെ യുവജന ക്യാമ്പ് തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നടത്തിയപ്പോൾ 43 വർഷത്തിന് ശേഷം അരുവിക്കര മിഷൻ സെന്റർ പ്രഥമമായിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് ദൈവ നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും യാദൃച്ഛികമല്ല. അതവൻ മുന്നേ അറിഞ്ഞതാണ്. ഇങ്ങനൊരു മിഷൻ സെന്റർ സ്തോത്രം രൂപീകരിക്കുവാൻ ഞങ്ങൾ അനുഭവിച്ച പ്രസവ വേദന വിസ്താര ഭയത്താൽ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. സ്തോത്രം. എന്റെ കലാലയ വിദ്യാഭ്യാസത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒക്കെ തന്നെ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഞാൻ ശ്രദ്ധ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്നിവിടെ ICPFന്റെ തിരുവനന്തപുരത്ത് സ്റ്റാഫ് വർക്കർ വന്ന സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. തിരുവനന്തപുരത്ത് ആദ്യമായി നടന്ന ICPFന്റെ റീജിയണൽ ക്യാമ്പിൽ ഫുഡ് കൺവീനറെ സഹായിക്കുവാൻ അന്ന് ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഫൈനൽ BA ഇറങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു ക്യാമ്പ് അവിടെ നടന്നത്. ആദ്യോടൊന്ന് സംബന്ധിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ICPFന്റെ 1ാമത് ക്യാമ്പ് ചരൽക്കുന്നിൽ വെച്ച് നടത്തപ്പെട്ടത്. ആ ക്യാമ്പിലും പോയി പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നു.
ഈ ക്യാമ്പിൽ നിന്ന് നേടിയെടുത്തതും ആർജിച്ചെടുത്ത ദൈവവചനത്തിന്റെ ശക്തിയും ഇന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ പറഞ്ഞാൽ എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പടാശാലയായിരുന്നു ഈ പെന്തക്കോസ്ത് യുവജന സംഘടനയും അതിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് ഞാൻ കരുതുന്നില്ല, അത് ഞാൻ നേട്ടമായിട്ട് കരുതുന്ന ഒരാളാണ്. ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് മുതൽക്കൂട്ടായി തീരണമെങ്കിൽ നിങ്ങളുടെ ചെറുപ്പം ആഘോഷമാക്കേണ്ടത് ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ എന്ന കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ സൗരഭ്യഭാസനയാകുവാൻ നമ്മൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഓണക്കാലത്ത് അന്ന് അരുവിക്കര ക്യാമ്പിൽ സംബന്ധിച്ചിരുന്ന ഒരാളായിരുന്നു എന്റെ പെങ്ങൾ. ആ പെങ്ങളും ഞാനും ഉണ്ടായിരുന്നു. അവൾ ഇപ്പോൾ സർക്കാർ സർവീസ് ചെയ്യുന്നു. പാർട്ട് ടൈം ജോലി ആയതുകൊണ്ട് 70 വയസ്സ് വരെ അവൾക്ക് സർവീസ് ചെയ്യാം. ഈ ഓണത്തിന്, തിരുവോണത്തിന് തൊട്ട് മുമ്പ് ഓഫീസിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് എന്റെ പെങ്ങളെ കൊണ്ടൊരു പാട്ട് പാടിച്ചത് യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലോ. അവൾ പാടിയ പാട്ട് എന്തെന്നറിയാമോ? ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വരത്തുന്ന നല്ലൊരു ദേശം, ദേശം ഒരുക്കുന്ന ഒരു നല്ലൊരു ദേശം. ഇതാണ് കുഞ്ഞുനാളിൽ ചെറുപ്പത്തിൽ ദൈവവചനം പഠിക്കുകയും ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സഹകരിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിത്തരുന്ന ആത്യന്തികമായ നന്മയെന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്റെ ഭാര്യ ICPFന്റെ സദേൺ റീജിയൻ ക്യാമ്പിൽ സംബന്ധിച്ചിരുന്നതായിട്ട് എനിക്കറിയാം. ഒന്നുകൂടെ എന്റെ ഓർമ്മ ശരിയെങ്കിൽ ICPFന്റെ ആദ്യത്തെ ചതൽക്കുന്ന് ക്യാമ്പിലും ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. ശരിയില്ല, അന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രഭാഷകനായ സാജു മരിപ്പച്ച ആ ക്യാമ്പിന്റെ കൺവീനറായിട്ട്, ICPFന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനമായിട്ടുള്ള അടുപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിരുന്നു. ഞാൻ PYPയുടെ തിരുവനന്തപുരം മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ 2 ക്യാമ്പുകൾ നടത്തിയിട്ട് തിരുവനന്തപുരം എബ്രഹാം മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടത്തി. അതിൽ ഒരു വിഷയമായിരുന്നു വിശുദ്ധി തിരുവചന വെളിച്ചത്തിൽ. 2 നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതികൾ. അത് വിശുദ്ധി തിരുവചന വെളിച്ചത്തിൽ എന്ന വിഷയത്തെ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അന്നത്തെ പ്രധാന പ്രഭാഷകരിൽ ഒരാളാണ് നാളെ പകലിൽ ഇവിടെ വരുന്ന നമ്മുടെ സാറിന്റെ പേര് PT തോമസ് സാറാണ്. അന്ന് ഏറ്റവും കൂടുതൽ വിഷയം അവിടെ ഞങ്ങളെ പഠിപ്പിച്ചെടുത്തത്. അന്നു മുതലുള്ള അടുപ്പം PT തോമസ് സാറുമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന ഈ ആഘോഷ തിമിർപ്പിൽ നിങ്ങൾ പറഞ്ഞു നടക്കാതെ ഇവിടുന്ന് പഠിക്കുന്ന പാട്ട്, ഇവിടുന്ന് കേൾക്കുന്ന വചനധ്യാനമൊക്കെ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരുവിക്കര മിഷൻ സെന്ററിന്റെ പ്രഥമ ക്യാമ്പിലാണ് നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നിങ്ങൾ ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിയാൻ പോകുന്നയാളാണ് ഞാൻ. 43 വർഷത്തിന് മുമ്പ് ഞാൻ അരുവിക്കര ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലൊരു അവസരം നിവർന്നു നിൽക്കുവാൻ ലഭ്യമാകുമെന്ന് എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് തോന്നിയില്ല. ഞാനും എന്റെ കുടുംബവും എന്റെ 2 മക്കളും ഈ ക്യാമ്പുകളിലൂടെ സജീവമായി പറന്നു നടന്നൊരു കാലഘട്ടം ഞങ്ങൾ നല്ല ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇന്നും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വില കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന ചിന്തകളൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളെ തെരുവിലിറക്കുവാൻ, മനസ്സിൽ തെരുവിലിറക്കാന്ന് പറഞ്ഞാൽ ഇന്ന് കൺവെൻഷൻ സംഘടിപ്പിച്ചാൽ ആള് വരത്തില്ല. കൺവെൻഷന്റെ ഒക്കെ പാറ്റേൺ മാറ്റി, പക്ഷേ നിർമ്മല സുവിശേഷം വീതികളിൽ വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിയോഗിക്കുന്നുവെങ്കിൽ അതിന് ഊർജം പകരുന്നത്
അമ്പുകളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവവചന കേൾവിക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. അതിനു മുൻപ് ഷൈജു മോൻ വന്ന് ഒരു പാട്ട് പാടും. മോൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ട.